ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും തിരുവോണം നാളിൽ മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നതാണ് വിശ്വാസം. ഓണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. അത്തപ്പൂക്കളമിട്ട് ഓണസദ്യ വിളമ്പി ഓണപ്പാട്ടുകളും ഓണക്കളികളുമായി നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കുന്നു. ഒത്തുചേരലിന്റെയും സൗഹാർദ്ദത്തിന്റെയും വലിയ അവസരമാണല്ലോ ഓണാഘോഷം. പുലിക്കളി, വള്ളംകളി, കൈകൊട്ടിക്കളി എന്നിവയെല്ലാം ഓണാഘോഷത്തിന്റെ ഭാഗമാണ്. ആഭാരവൃദ്ധ ജനങ്ങളും പ്രായഭേദമന്യേ ഓണ വിനോദങ്ങളിൽ പങ്കുചേരുന്നു. അതിനാൽ തന്നെ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ കഴിയുന്ന ആഘോഷമാണ് ഓണം. വിളവെടുപ്പുത്സവമെന്നും ഓണത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഓണമെന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും പൂത്തു നിൽക്കുന്ന മുക്കുറ്റിയും തുമ്പയും പാറി നടക്കുന്ന ഓണത്തുമ്പികളുമാണ്. എന്നാൽ ഇന്ന് പ്രളയത്തിൽ നശിച്ചു പോയ കൃഷിയിടങ്ങളും ഉരുൾപൊട്ടലിൽ മറിഞ്ഞുപോയ ഗ്രാമപ്രദേശങ്ങളുമാണ് ഓണക്കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പ്രകൃതിയിൽ വസിക്കുന്ന ജീവജാലങ്ങളും സന്ദർശിക്കാവുന്നത് നമ്മുടെ കടമയാണ്. ഓണക്കോടി ഉടുത്തതുകൊണ്ടോ പൂക്കളം ഒരുക്കിയതുകൊണ്ടോ മാത്രമല്ല, പ്രകൃതിയെ നശിപ്പിക്കാതെ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മഹാബലി തമ്പുരാനെ കാത്തിരിക്കാം. ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും വലിയ സന്ദേശമാണല്ലോ